പിന്നെ വല്ല വണ്ടിയിൽ പോയി മരിച്ചില്ലേ, അതുപോലുള്ള പ്രാർത്ഥനയായിരുന്നു. ജാതിമതമില്ലാതെ അവനെ രക്ഷപ്പെടണേന്ന്. സത്യം പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഹൃദയം പൊട്ടിപ്പോയെന്ന് വേണം പറയാൻ. എല്ലാം ഇറക്കാൻ ഒരു പ്രശ്നവും ഇല്ലാത്ത പിള്ളേരാ 3 പിള്ളേരും. അവര് കുടുംബമേ അതാ, അപ്പനും അമ്മയും എല്ലാവരും. ഞങ്ങൾ ഇവിടെ ഉള്ളതല്ലേ, എൻ്റെ വീട് അതുകൊണ്ടത്. എല്ലാരും ഇവിടെ ഉള്ളവരാ, ഞങ്ങൾ മൊത്തം അയൽവക്കക്കാരാ. എൻ്റെ മോടെ പ്രായമാണ്, അതിനിപ്പം 40 വയസ്സുണ്ട്. എനിക്കൊരു മോളുണ്ട് 40 വയസ്സ്. അയ്യോ, സങ്കടം ഓർക്കാൻ പോലും നല്ല ഇറക്കന. പറയാനെ കൊണ്ടൊക്കത്തില്ല, അവന്റെ കാര്യം ഓർക്കുമ്പോ നമുക്ക് വിഷമം, സങ്കടം. അയ്യോ, ഹൃദയം പൊട്ടിക്കരിഞ്ഞു. രക്ഷപ്പെടുമെന്ന് സന്തോഷിച്ച്. അരമണിക്കൂർ കഴിഞ്ഞപ്പം എൻ്റെ മോൻ വന്ന് പറഞ്ഞ അമ്മ ജനവും മരിച്ചു പോയിരുന്നു. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഈ സംഭവം നടന്നിട്ടും ഞാൻ അറിഞ്ഞില്ല. ഇങ്ങോട്ടൊന്നും കയറി വരുന്നില്ല, അതുകൊണ്ട് അതാ വീട്. കയറി ഇങ്ങോട്ട് വന്നില്ല. ഇവിടെ വന്ന് ഈ കൊച്ചിനോട് ചോദിച്ചു. ഇപ്പം ഈ കൊച്ചോട് ഞാൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കുക, എന്തോ മണിയുടെ അവിടെ. അപ്പം അവൻ്റെ മൂത്ത മോളെ എൻ്റെ മോൻ്റെ കൂടെ പഠിക്കുക 6ല്. അപ്പം ഞാൻ പറഞ്ഞു, എന്തോ വെച്ചാൽ പിള്ളേർക്ക് എന്തോ പറ്റിയ, സ്കൂൾ ബസ്സിന് വല്ലതും പറ്റിയ? ഇല്ല, ഇതിനും ഇങ്ങനെ അപകടം പറ്റിയെന്നോ പറഞ്ഞു. അയ്യോ, അടിക്കാൻ വരുമോ? തള്ളയല്ലേ, കുഞ്ഞല്ലയോ, എന്തേലും കുസൃതി കാണിക്കും. അന്നേരം അടിക്കാൻ വരുമ്പോഴത്തേന് പുറകെ ഓടി വരും, വന്നും കെട്ടി പിടിക്കും. എപ്പോഴും അവൻ ബൈക്കിലാ പോകുന്നതെന്നാ. ആന്ന് അവൻ ബൈക്കിലാ യാത്ര മൊത്തം. നേരത്തെ വീട്ടു ജോലിക്ക് പോകുന്നത്. അങ്ങനെ ഈ പിള്ളേരെയൊക്കെ വളർത്തി. പാവങ്ങളാ, ഒന്നുമില്ലായിരുന്നു. പിന്നെ ആ വീട്ടു ജോലിക്ക് ചെയ്യുന്നിടത്ത് അവരെ ഒരു 10 മാറ്റി വീട് വെച്ച് കൊടുത്തത്. ചെറുക്കനെ സംബന്ധിച്ചോളം എന്ന് വെച്ചാൽ വല്ല പുള്ളിയൊന്നുമില്ല, വളരെ ആരോടും നല്ല സ്നേഹമുള്ളവരുടെ. കുഞ്ഞുങ്ങളെങ്ങനെ വളരും, അതെന്താ ചിന്തിക്കണ്ടായോ? കുഞ്ഞുങ്ങളെങ്ങനെ ഇനി വളരും? 10 ദിവസം നമ്മളെല്ലാം സങ്കടം പറയും, പിന്നെ ആരാ അതുങ്ങളെ നോക്കുന്നേ? അല്ല, സാമ്പത്തികമുള്ളവരല്ലല്ലോ. പിന്നെ നമ്മളെന്തോ ഒന്നിനും വെളിയിൽ ഇറങ്ങത്തില്ല. അവര് രക്ഷപ്പെടുമെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞു. ജാതിമതമില്ലാതെ അവനെ രക്ഷപ്പെടണേന്ന്. പണ്ട് അർജുനൻ വല്ല വണ്ടിയിൽ പോയി മരിച്ചില്ലേ, അതുപോലുള്ള പ്രാർത്ഥനയായിരുന്നു. ആ ചെറുക്കനെ ഇതുപോലെ ലോകം മൊത്തം കിടിക്കുക ഒരു ചെറുക്കന്. ഇതാണ്. നല്ല സ്നേഹമുള്ള കുഞ്ഞാ. എൻ്റെ 2 മക്കളുടെ കൂടെയും നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാ. അതുങ്ങൾ ഒന്നിനും ആ ഒരു മനുഷ്യനോട് ഒന്നിനും ഒരു വിരോധത്തിന് പോകുന്ന കുഞ്ഞുങ്ങളല്ല. നമ്മളെയൊക്കെ കണ്ട അമ്മയെന്ന് വിളിച്ചാലും ചേച്ചിന്ന് വിളിച്ചാലും എല്ലാവരോടും നല്ല സഹകരണവും നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാ. മറ്റുള്ള ഒരു സ്വഭാവത്തിനും പോന്നെയല്ല. എനിക്ക് സത്യം പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഹൃദയം പൊട്ടിപ്പോയെന്ന് വേണം പറയാൻ. ഞാൻ ഇത്ര നേരമായിട്ട് എനിക്ക് ആ അതിൽ നിന്നും വിട്ടുമാറാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള കുഞ്ഞുങ്ങളാ. ഞങ്ങളുടെ മക്കളായിട്ട് അവരുമായിട്ട് നല്ല സ്നേഹത്തിലല്ലാതെ ഇന്നുവരെ അത്തങ്ങളായിട്ട് ഒരു മനുഷ്യനായിട്ട് ഒരു പ്രശ്നമുള്ളല്ല. വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോ അതിനാണോന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കുഞ്ഞ് രക്ഷപ്പെടുമല്ലോ എന്നുള്ള ഒരു വെപ്രാളായിരുന്നു. എന്ന് വെച്ചാൽ ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെ ഓക്സിജൻ കൊടുത്തൊന്നും ഇതെല്ലാം കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രക്ഷപ്പെടുമല്ലോ എന്ന്. അത് കഴിഞ്ഞപ്പം കുഞ്ഞ് പോയെന്ന് കേട്ടപ്പോഴും ഒരു വല്ലാത്തൊരു മാനസികമായിട്ടൊരു പ്രശ്നം പോലെ. എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മള് അങ്ങനെ മുറ്റത്ത് കണ്ടും കേട്ട് വളർന്ന് സഹകരിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ. എൻ്റെ മൂത്ത മോന്റെയൊക്കെ പ്രായമുള്ള കുഞ്ഞിനും ആത്മധൈര്യം വല്ലാത്തൊരു ധൈര്യമാണ്. എന്നുവെച്ചാൽ അതിനെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു ധൈര്യം അവര് കാണിച്ചില്ല, ഒരു മനഃസാക്ഷി അവര് കാണിച്ചില്ലയോ. എന്നിട്ടും ആ കുഞ്ഞ് രക്ഷപ്പെടാതെ പോയത് നമ്മുടെ കുറ്റമല്ലല്ലോ. ദൈവം കൊടുത്ത ആയുസ് അത്രയുള്ളെന്നാ നമ്മൾ വിശ്വസിക്കുന്നത്. അല്ല, നമ്മൾ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. 2 പെൺകുഞ്ഞുങ്ങള്, 2 വലിയ ഇതൊന്നും ഇല്ലാത്ത 2 കുഞ്ഞുങ്ങളാണ്. അതാണ് നമുക്ക് എന്ന് വെച്ചാൽ വലിയ സാമ്പത്തികമോ ഒന്നും ഇല്ല. അന്നൊന്ന് അന്വേഷിച്ചു കൊണ്ടുവന്ന് കഴിയുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. അല്ലല്ല, മറ്റവൻ ചെന്നൈയില. ഇളയവൻ ആ വെച്ചേന്ന് തോന്നുന്നു. 2ാമന് കൊച്ചു വീടായിരുന്നു. അവരെല്ലാരും കൂടെ അവൻ വെച്ചത്. ചെന്നൈയിലുള്ള ആൾ. അയാൾക്ക് മക്കളില്ല. പിന്നെ അതിൻ്റെ ഇളയത് അച്ഛൻ പട്ടത്തിന് പഠിക്കുന്നു. അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. അച്ഛനിപ്പം ബേക്കറി പോയിക്കൊണ്ടിരുന്ന ആളാ. ഇപ്പം ഒന്നും പോകാനൊക്കത്തില്ല, കാലൊക്കെ അസുഖം വന്ന് ഇങ്ങനെ ഇരിക്കുക. പിന്നെ മണി ഒന്നിനും പോകാൻ വയ്യാത്തൊരു പെണ്ണാ.